conditions, the mala is expelled out, but the action is in different way. In anulomanam, kritva pagam malana yadbitva bandham adone. Here, the mala undergoes paga and then it is expelled out. The drug is haridagi. In sramsanam, paktueva yada paktueva slishtam goste maladigam. Nayatyadiha sramsanam. Here, Aragvada is used. Here the mala may or may not be undergoing paga, but it is the mala adherent to the kosta is expelled out, and here the action of Aragvada, it makes the mala mrudu and snigdha, and then it is expelled out. In Rejanam, vibhakvam yadavakvam va maladi dravadam ne. Here also it may or may not be undergoing paga, but it is liquefying the mala and then it is expelled out. In Bhedana, maladigam abaddam cha baddam va pindidam male. Here the mass, the mala becomes a mass and it is broken. Bhitva adaha padedi. It is broken into pieces and forcefully expelled out. The drug is kadugi. Then Snuhi with the Tikshna Ushna Guna has a Tikshna Virajana property. Next. Kodaja we had discussed earlier has a Stambhana property, and Virajaniya drugs are Tila, Shallagi, Tok, Jambu, etc. Next. Swedavas Rodas, Shigru with the Tikshna Ushna Gunas have a Sweda Jananam and Medo Nashanam. That is, Swedavas Rodas has a Medo Moolam. So it has an action on the Moolasthana also. Ushiram with the Shida Viryam has a Sweda Prashamanam, Daha Prashamanam and Sweda Daurgandhyahara property. And before concluding, I would like to say, by making our diagnosis precise, we can make a precise decision in selecting the drugs for the selection of treatment, and by that we can save the life of the patient as well as the nature. Thank you. പിന്നെ ഇവിടുത്തെ ഓർഗനൈസേഷന് പ്രത്യേകം നന്ദി, ഇങ്ങനെ ഒരു ചടങ്ങിന് എന്നെ വിളിച്ചതിനും എനിക്കിവിടെ പങ്കെടുക്കാൻ പറ്റിയതിനും. കാരണം ഒരിക്കലും ഇപ്പം ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല എന്നെ ഇങ്ങനെ ഒരു ചടങ്ങിലേക്ക് വിളിക്കും. ഞാൻ ഈ സ്റ്റേജ് പല തവണ ഈ സ്റ്റേജിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ കോളേജിൽ നിന്ന് പോയതിന് ശേഷമാണ് പിന്നെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. ഇങ്ങനെ ഒരു അവസരം തന്ന എൻ്റെ ജൂനിയേഴ്സിന് ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു. അടങ്ങിയിരുന്ന് മുഴുവൻ കേൾക്കാൻ വിധിക്കപ്പെട്ട ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്ത് സംസാരിക്കുമ്പോൾ എന്തൊക്കെ വിട്ടുപോയി എന്ന് എനിക്ക് തോന്നിയ ചില കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സ്രോതസ്സിൻ്റെ ഒരു ഫിസിയോളജി വേണ്ട പോലെ പരാമർശിക്കപ്പെട്ടോ എന്ന കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയമുണ്ട്. ഉദാഹരണത്തിന് ധാതുപരിണാമവും സ്രോതസ്സും തമ്മിലുള്ള ബന്ധം, അഗ്നിയും സ്രോതസ്സും തമ്മിലുള്ള ബന്ധം, എല്ലാ ധാതുപരിണാമവാദങ്ങളിലും സ്രോതസ്സിൻ്റെ സാന്നിധ്യം നമുക്ക് പറയാം. ക്ഷീരദധി ന്യായമാണെങ്കിലും കേദാരകുല്യ ന്യായമാണെങ്കിലും ഖളേകബോധ ന്യായമാണെങ്കിലും അതിലെല്ലാത്തിനെയും തന്നെ സ്രോതസ്സുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. പക്ഷേ കേദാരകുല്യ ന്യായത്തിനായിരിക്കാം സ്രോതസ്സിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ധാതുപരിണാമവാദം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും കേദാരകുല്യ ന്യായം ആയിരിക്കും. ക്ഷീരദധി ന്യായത്തിൽ പരിണാമം എന്നുള്ള അംശമാണ് ഊന്നൽ കൊടുക്കുന്നത്. എന്നാലും അത് അതിൻ്റെ ആശയത്തിലെത്തണം, പരിണമിച്ച് അത് അതിൻ്റെ ആശയങ്ങളിലെത്തണം, ധാത്വാശയങ്ങളിലെത്തണം. അത് സ്രോതസ്സുകൾ വഴിയേ നടക്കുകയുള്ളൂ. സ്രോതസ്സുകളുടെ നിർവചനം വെച്ച് നോക്കുമ്പോഴും പരിണാമം അവദ്യമാനം എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അവിടെയും സ്രോതസ്സുകൾക്ക് പ്രാധാന്യം ഉണ്ട്. ഖളേകബോധ ന്യായത്തിലാണെങ്കിൽ ധാതുവിൻ്റെ പാഞ്ചഭൗതിക ഘടന അനുസരിച്ചിട്ടാണ് ഓരോ ധാതുവിനും ആഹാരത്തിൽ നിന്ന് പോഷണം ഉണ്ടാകുന്നത് എന്ന അംശത്തെയാണ് അവിടെ ഊന്നൽ കൊടുക്കുന്നത്. അവിടെയാണെങ്കിലും അന്നരസം ധാതുസ്ഥാനത്തെത്തണമെങ്കിൽ സ്രോതസ്സിന് പങ്കുണ്ട്. അതുകൊണ്ട് 3 ധാതുപരിണാമവാദങ്ങളിലും സ്രോതസ്സിൻ്റെ പ്രാധാന്യത്തെ നമുക്ക് ഒട്ടും തന്നെ നിഷേധിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ അഗ്നിയും സ്രോതസ്സും, അഗ്നി എല്ലാത്തരം അഗ്നിയും 3 തരം അഗ്നിയും, ഭൗതികമായിട്ടുള്ള അഗ്നി അല്ല, ഭൂതാഗ്നികളാണെങ്കിലും ജഠരാഗ്നി ആണെങ്കിലും ധാത്വഗ്നി ആണെങ്കിലും പചിപ്പിക്കപ്പെടേണ്ട സാധനത്തെ അഗ്നിസ്ഥാനത്ത് എത്തിക്കുന്നത് സ്രോതസ്സുകളാണ്.
പചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞ് എവിടെ അഗ്നിഭാഗമുണ്ടാകുന്നു അവിടെയെല്ലാം സാരഘട്ട വിഭജനവും ഉണ്ടാകുന്നുണ്ട്. പചിക്കപ്പെട്ട് കഴിഞ്ഞ് സാരഘട്ടങ്ങൾ വേർതിരിഞ്ഞ് 2-3 വഴികളിലൂടെ പോകുന്നതും സ്രോതസ്സുകളിൽ കൂടെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ധാതുപരിണാമവുമായി ബന്ധപ്പെട്ട് സംപ്രാപ്തിയെ ചിന്തിക്കുമ്പോഴൊക്കെ തന്നെ ഈ സ്രോതസ്സുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് ആലോചന വരേണ്ടതാണ്. അഗ്നിക്ക് പ്രവർത്തിക്കണമെങ്കിലും അല്ലേ, കൂടുതൽ ആഹാരം വന്നാൽ പചിക്കപ്പെടില്ല, കുറച്ച് ഒട്ടും ആഹാരം വന്നാലും അഗ്നി മന്ദമാകും എന്ന് പറയുന്നത് പോലെ തന്നെ അത് സ്രോതസ്സുകൾ വഴി അഗ്നിപാകത്തിന് വിധേയമാകേണ്ട സാധനം ക്രമത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയും അത് ഉടനെ തന്നെ അവിടുന്ന് നീക്കം ചെയ്യപ്പെടുകയും ചെയ്താൽ മാത്രമേ അഗ്നിക്ക് വേണ്ട പോലെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്രോതസ്സുകൾ വേണ്ട പോലെ ഇരിക്കുക എന്നുള്ളത് അഗ്നിയുടെ ശരിയായ പ്രവർത്തനത്തിനും ഏറ്റവും ആവശ്യമാണ്. സുഖം ദുഃഖം ഈ 2 വാക്കുകൾക്ക് തന്നെ അങ്ങനെ അർത്ഥമുണ്ടല്ലോ. സുഖം ദുഃഖം എന്നുള്ളത് ആരോഗ്യത്തിൻ്റെയും രോഗത്തിൻ്റെയും പര്യായമാണ്. സുഖം എന്നുള്ളതിന് ശോഭനമായ സ്രോതസ്സുകളോട് കൂടിയ അവസ്ഥ, ദുഷ്ടമായ സ്രോതസ്സുകളോട് കൂടിയ അവസ്ഥ ദുഃഖം. ഖം എന്നുള്ളത് സ്രോതസ്സിൻ്റെ പര്യായം ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെ അഗ്നിയും സ്രോതസ്സുമായിട്ടും ബന്ധപ്പെടുത്തി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ ജീവിതായതനങ്ങളാണ് എന്ന് പറഞ്ഞു. ജീവിതായതനാന്യന്തസ്രോതാംസി, ഈ സ്രോതസ്സുകളൊക്കെ തന്നെ ജീവിതത്തിൻ്റെ ആയതനം, മൂലം, കാരണം ഒക്കെ ആയിട്ട് പറഞ്ഞു. അവിടെ രസാത്മകം വഹന്ത്യോജഹ, അപ്പോൾ ഓജസ് രസധാതുവിൽ കൂടി എല്ലായിടത്തേക്കും എത്തിച്ചേരുന്നതും സ്രോതസ്സുകൾ വഴിയാണ് എന്നും സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോഴങ്ങനെ ഓജസ്സിൻ്റെ പ്രവർത്തനം എല്ലാ ഭാഗത്തേക്കും എത്തുന്നതും അതിന് കാരണമാകുന്നതും യഥാർത്ഥത്തിൽ സ്രോതസ്സ് തന്നെയാണ്. അതുപോലെ തന്നെ ബഹിർമുഖ സ്രോതസ്സുകൾ, സ്വതാംസി നാസികീകരണേ എന്ന് പറഞ്ഞ് സ്രോതസ്സുകൾ, നവദ്വാരങ്ങൾ പറഞ്ഞു. അതും സംപ്രാപ്തിയിൽ പ്രാധാന്യം ഉള്ളവയാണ്. മലാനാമയനാനിസ്യുർ യഥാസ്വം തേഷു അതോ ഗതാഹ. അപ്പോൾ ഈ ബഹിർമുഖ സ്രോതസ്സുകളൊക്കെ മലായനങ്ങളും കൂടിയാണ്. അവയിൽ കൂടെ എല്ലാം തന്നെ മലങ്ങൾ എപ്പോഴും തന്നെ വിസർജിക്കപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവയും ശരീരത്തിൻ്റെ ദൈനംദിന പ്രവർത്തനത്തിൽ പങ്കുവഹിക്കുന്നു എന്നുള്ളത് പോലെ തന്നെ സാമാന്യ സംപ്രാപ്തിയുടെ ഒരു ഭാഗം തന്നെയുണ്ട്. ഇവിടെ എല്ലാം തന്നെ അന്തസ്രോതസ്സുകളാണ് ഇവിടെ കൂടുതലും ചർച്ച ചെയ്യപ്പെട്ടത് എങ്കിൽ പോലും. പിന്നെ ദോഷങ്ങളും ധാതുക്കളും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം, ദോഷങ്ങളും ധാതുക്കളും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമായിട്ട് പറയുന്ന ഒരു കാര്യം, ധാതുക്കൾ സ്വസ്രോതോന് ചരത്വം, അതാത് സ്രോതസ്സുകളിൽ കൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ധാതുക്കളുടെ ഒരു നിർവചനം തന്നെ. അതേസമയം ദോഷങ്ങൾക്ക് അങ്ങനെ സ്വതന്ത്രമായ സ്രോതസ്സുകളില്ല. എല്ലാ സ്രോതസ്സുകളിൽ കൂടിയും, ദുഷ്ടമായി കഴിഞ്ഞാൽ എല്ലാ സ്രോതസ്സുകളിൽ കൂടിയും അത് വ്യാപിക്കും. ധാതുക്കൾക്ക് അങ്ങനെയല്ല, അതാതിൻ്റെ സ്രോതസ്സുകളിൽ കൂടി മാത്രമേ അത് സഞ്ചരിക്കുകയുള്ളൂ. അപ്പോൾ നിശ്ചിതമായ ഒരു സ്രോതസ്സിൽ കൂടി മാത്രം സഞ്ചരിക്കുന്നവ എന്ന് ധാതുക്കൾക്ക് നിർവചനം കൂടി കൊടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അത്തരം ഒരു സ്രോതസ്സുകളുടെ ഒരു ഫിസിയോളജിയും കൂടി നമ്മൾ വിചാരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ ഈ സംപ്രാപ്തിയെപ്പറ്റി പറയുമ്പോൾ രോഗമാർഗങ്ങളെ അധിഷ്ഠാനപ്പെടുത്തി ഡോക്ടർ അനിൽകുമാറൊക്കെ ഇവിടെ സംപ്രാപ്തിയെപ്പറ്റി പറഞ്ഞു. ഈ രോഗമാർഗങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് സ്രോതസ്സുകൾ വഴിയാണ് എന്നുള്ളതും കൂടി അല്ലേ. ഈ ആഭ്യന്തര സ്രോതസ്സ് ആഭ്യന്തര രോഗമാർഗം എന്ന് പറയുന്നത് തന്നെ മഹാസ്രോതസ്സ് എന്ന് അതിന് പര്യായം കൂടിയുള്ളതാണ്. അതുപോലെ തന്നെ ഈ ആഭ്യന്തര സ്രോതസ്സ് ആഭ്യന്തര രോഗമാർഗം, മധ്യമ രോഗമാർഗം, ബാഹ്യമായ രോഗമാർഗം, ഇത് മൂന്നും ബന്ധപ്പെട്ടിരിക്കുന്നതും യഥാർത്ഥത്തിൽ സ്രോതസ്സുകൾ വഴിയാണ് എന്നുള്ളതും കാണേണ്ടതാണ്. സംപ്രാപ്തി ഘട്ടങ്ങളായ ക്രിയാകാലങ്ങൾ എന്നുകൂടി പേരുള്ള സംപ്രാപ്തി ഘട്ടങ്ങളായ ചയം, പ്രകോപം, പ്രസരം എന്നിവയെല്ലാം തന്നെ സ്രോതസ്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ സംപ്രാപ്തി പ്രക്രിയയെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുക എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതാണ്. അതുപോലെ ആശയങ്ങൾ എന്ന് പറയുന്നതും സ്രോതസ്സിൻ്റെ പര്യായമായി ചരകനൊക്കെ പറയുന്നു. ആശയങ്ങളെ വേണമെങ്കിൽ സ്രോതസ്സുകളുടെ മൂലം ആയിട്ടും കൂടി, സ്രോതസ്സിൻ്റെ മൂലമായിട്ടും കൂടി നമുക്ക് ആശയങ്ങളെ, അവയവങ്ങളെ ഒക്കെ കാണേണ്ടതും കൂടി ആണ്. അപ്പം അത്തരത്തിൽ ചിന്തിച്ചാൽ ഈ സംപ്രാപ്തിയെ നമുക്ക് വിശദീകരിക്കുന്നതിൽ ഞാൻ കഴിഞ്ഞ സെഷൻ്റെ കൺക്ലൂഷനിൽ ഞാൻ പറഞ്ഞു, പ്രാധാന്യേന സംപ്രാപ്തിയെ വിശദീകരിക്കുക എന്നുള്ളതാണ് സ്രോതസ്സിൻ്റെ പരികൽപ്പനയിലുള്ള ഒരു പ്രാധാന്യം.
ചികിത്സ ഇപ്പം നിശ്ചയിക്കുന്നതിൽ ഇവിടെ പലരും പറഞ്ഞു, പക്ഷേ ഇപ്പോൾ ഇവിടെ പറഞ്ഞ ചികിത്സയിൽ പലതും തന്നെ സ്രോതസ്സിനെ മാറ്റിക്കൊണ്ട് ദോഷധാതുക്കളുടെ മലത്തിൽ ദോഷധാതു മലങ്ങളുടെ പശ്ചാത്തലത്തിൽ വിശദീകരിച്ചാലും വലിയ കുറവൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. പിന്നെ ഡോക്ടർ ടിങ്കു നന്നായിട്ട് പറഞ്ഞു, ഓരോ സ്രോതസ്സുകളിലും പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ദ്രവ്യങ്ങളുടെ പ്രവർത്തനം സ്രോതസ്സുകളുടെ ഒരു പശ്ചാത്തലത്തിൽ ടിങ്കു നന്നായിട്ട് വിശദീകരിച്ചു. അത് മറ്റു തരത്തിലും പലതരത്തിലും നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. സ്തംഭനം, പ്രവർത്തകം എന്ന് രണ്ട് തരത്തിൽ വേണമെങ്കിൽ ഓരോ സ്രോതസ്സിലെയും ദ്രവ്യത്തിൻ്റെ പ്രവർത്തനത്തെ, അതിൽ സ്രോതസ്സിനെ സ്തംഭിപ്പിക്കുകയാണോ, സ്രോതസ്സിൻ്റെ പ്രവർത്തനത്തെ സ്തംഭിപ്പിക്കുകയാണോ ചെയ്യുന്നത്, അതോ പ്രവർത്തിപ്പിക്കുകയാണോ ചെയ്യുന്നത്, ആ പശ്ചാത്തലത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അത് ആർത്തവവഹ സ്രോതസ്സിലാണെങ്കിലും ശുക്ലവഹ സ്രോതസ്സിലാണെങ്കിലും പുരീഷവഹ സ്രോതസ്സിലാണെങ്കിലും പ്രാധാന്യം തന്നെ. ഇത് പ്രത്യേകിച്ചും മലവഹ സ്രോതസ്സിലാണ് ഇതിന് പ്രാധാന്യം, പക്ഷേ ശുക്ലധാതുവിൻ്റെ സ്രോതസ്സിലും അതിന് പ്രാധാന്യമുണ്ട്. പിന്നെ അതുപോലെ പ്രത്യേകിച്ചും മലവഹ സ്രോതസ്സുകളിലെ ജനകം, ആ മലത്തെ കൂടുതൽ ഉണ്ടാക്കുക, മൂത്രത്തെ കൂടുതൽ ഉണ്ടാക്കുക. പുരുഷജനകം, പുരുഷക്ഷയം വരും. ഇപ്പോൾ അതിസാരമൊക്കെ നീണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുരുഷക്ഷയം ഉണ്ടാകും. അപ്പോൾ അവിടെ പുരുഷ ഉണ്ടാക്കിയെടുക്കണം, അവഷ്ടംഭ പുരുഷസ്യ, അല്ലെങ്കിൽ ആ ധർമ്മം നിർവഹിക്കപ്പെടാതെ പോകും. അപ്പോൾ അതുകൊണ്ട് മലത്തെ ഉണ്ടാക്കിയെടുക്കണം. അതിനാണ് മാഷം, കുൽമാഷം എന്നൊക്കെയുള്ള ദ്രവ്യങ്ങളൊക്കെ തന്നെ മലത്തെ ഉണ്ടാക്കുന്നവയാണ്. അപ്പോൾ അവിടെ മലജനകമായിട്ടുള്ള ദ്രവ്യങ്ങളുമുണ്ട്, അതും സ്രോതസ്സിൽ തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ സംപ്രാപ്തിയെ വിശദീകരിക്കുമ്പോൾ ദോഷഗതി, ഇപ്പോൾ പ്രാധാന്യേന അത് രക്തപിത്തത്തിലാണ്. ഊർധ്വകം, അധോകം, തിര്യക്ക് എന്നുള്ള 3 ദോഷഗതികളും പ്രകടമായിട്ട് കാണുന്ന രോഗം എന്നുള്ളത് ഈ രക്തപിത്തമാണ്. അവിടെ ദോഷഗതിയെ ആശ്രയിച്ചിട്ട് തന്നെയാണ് ചികിത്സ ചെയ്യുന്നത്. അല്ലാതെ ദോഷത്തെ ആശ്രയിച്ചല്ല, ദോഷഗതിയെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ ദോഷം എന്തായാലും ശരി, രക്തപിത്തം ഊർധ്വകമാണെങ്കിൽ വിരേചനം, ദോഷം എന്തായാലും ശരി, രക്തപിത്തം അധോകമാണെങ്കിൽ വമനം. അപ്പോൾ അവിടെ വ്യാധി വിപരീതമായിട്ടാണ് ശോധന ചികിത്സ പറഞ്ഞിട്ടുള്ളത്, ദോഷത്തെ കണക്കിലെടുത്തിട്ട് അല്ല എന്നുള്ളതും ഒരു നമ്മൾ ശ്രദ്ധേയമായൊരു കാര്യമാണ്. അവിടെ സ്രോതസ്സിന് തീർച്ചയായിട്ടും ഒരു പ്രാധാന്യം ഉണ്ട് എന്ന് നമുക്ക് പറയാം. പിന്നെ ദ്രവ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്രോതസ്സിലുള്ള പ്രവർത്തനത്തെ പറ്റി പറയുമ്പോൾ രസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഏതൊക്കെ രസപ്രധാനമായ ദ്രവ്യങ്ങളാണ് സ്രോതസ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത്. ഉദാഹരണത്തിന് മധുരം, അത് സ്രോതസ്സിൽ ഉപലേപത്തെയാണ് ഉണ്ടാക്കുന്നത്. അതേസമയം കടുതിക്ത കഷായങ്ങളൊക്കെ വിശദ ഗുണം ഉള്ളതുകൊണ്ട് സ്രോതസ്സിൻ്റെ ഉപലേപത്തെ മാറ്റുകയാണ് ചെയ്യുന്നത്. ലവണം എന്നുള്ള രസം സൂക്ഷ്മമായതുകൊണ്ട് അത് സ്രോതസ്സുകളിൽ കൂടിയും ദ്രവ്യത്തിന് വ്യാപിക്കാനുള്ള സഹായമാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ രസത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ദ്രവ്യം എങ്ങനെ സ്രോതസ്സിൽ പലതരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. മധുരരസം ഉപലേപം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞത് ചികിത്സാപരമായിട്ടുള്ള ഒരു ആവശ്യത്തിനല്ല, നിദാനപരമായിട്ടുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മൾ കാണേണ്ടത്. അതുപോലെ ഉഷ്ണശീതങ്ങൾ എന്നുള്ള വീര്യം, ഒന്ന് സ്തംഭനവും ഒന്ന് സ്രോതോ വിവരണവും ആണ്. അപ്പോൾ ആ രീതിയിൽ കാണേണ്ടതാണ്. പിന്നെ അഭിഷ്യന്തി ലേഖനം പോലെയുള്ള പ്രഭാവത്തെ പറയുന്നത്, അഭിഷ്യന്തി ഉപലേപത്തെ ഉണ്ടാക്കുന്ന ഒരു ദ്രവ്യകർമ്മമാണെങ്കിൽ ലേഖനം എന്നുള്ളത് സ്രോതോ വിവരണമായിട്ടുള്ള ഒന്ന് ആയിട്ടും നമുക്ക് കാണേണ്ടതാണ്. അതുപോലെ ഷഡുപക്രമങ്ങളും സ്രോതസ്സും തമ്മിലുള്ള ബന്ധത്തെ പറ്റി നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. ലംഘനം പോലെയുള്ളതൊക്കെ സ്രോതോ വിവരണം ആയിട്ട് നമുക്ക് കാണാം. സ്വേദനം അതുപോലെ സ്രോതോ വിവരണമാണ്. സ്തംഭനം ഷഡുപക്രമണിൽ ഉൾപ്പെട്ട ശീതഗുണപ്രയോഗമായ സ്തംഭനം സ്രോതസ്സിനെ തന്നെ സ്തംഭിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹനം എന്നുള്ളത് സൂക്ഷ്മം കൂടിയാണ്. സ്നേഹനദ്രവ്യത്തിൻ്റെ സാമാന്യ ഗുണം പറയുമ്പോൾ സൂക്ഷ്മം എന്നുള്ള ഗുണം കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്നേഹയുക്തമായ അല്ലെങ്കിൽ ഔഷധ സംസ്കൃതമായ സ്നേഹം സൂക്ഷ്മ സ്രോതസ്സുകളിൽ കൂടെ വ്യാപിച്ചെല്ലായിടത്തും എത്തുന്നു എന്നുള്ള ഗുണം കൂടിയുണ്ട്. അതിന് പുറമേ അത് ഉൽക്ലേശനം, നമുക്കറിയാവുന്ന പോലെ തന്നെ ഉൽക്ലേശനം, ശമനം എന്നൊക്കെയുള്ള രോഗഹരണ പ്രക്രിയയിലും അത് ഉൾപ്പെട്ടതാണ്. പിന്നെ അതുപോലെ രൂക്ഷണം, അത് സ്രോതസ്സുകളുടെ ഉപലേപത്തെ മാറ്റുന്ന ഒരു ചികിത്സയായിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഈ ഷഡുപക്രമങ്ങളും സ്രോതസ്സുകളിൽ കൂടെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണേണ്ടതാണ്. ഇപ്പോൾ സംപ്രാപ്തിയെ വിശദീകരിക്കാൻ
സ്രോതസ്സുകളെ ഉപയോഗിക്കുന്നു എന്നുള്ളത് പോലെ തന്നെ ഒരു ഔഷധത്തിൻ്റെ പ്രവർത്തനത്തെ വിശദീകരിക്കാനും നമുക്ക് സ്രോതസ്സുകളെ ഉപയോഗിക്കാവുന്നത്. അപ്പോൾ ഇത്രയും എല്ലാമാണ് ഇവിടെ പരാമർശിക്കപ്പെട്ട കാര്യങ്ങളിൽ എനിക്ക് കൂട്ടിച്ചേർക്കാൻ ഉള്ളത്. പിന്നെ ഈ സെഷനിൽ അവതരിപ്പിക്കപ്പെട്ട പേപ്പറുകളെല്ലാം തന്നെ വളരെ നിലവാരം പുലർത്തുന്നവ തന്നെയായിരുന്നു. അവർക്കെല്ലാവർക്കും അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. രമ്യ എൽ മോഹൻ from Government Ayurveda College, Tripurithura. Dr. Tinku Shashi from Government Ayurveda College, Trivandrum. धन्वन्तरिमहं वन्दे विष्णुरूपं जनार्दनम् यस्य कारुण्यभावेन रोगमुक्तो भवेत् यस्य कारुण्यभावेन रोगमुक्तो भवेत् Program Committee Convener, Shraddha National Students Conclave 2015 for the welcome speech. Good evening all. Honorable Chief Guest Dr. Ajay Gaur sir, respected Krishna Nair sir, other dignitaries, College Union Chairman Karthik, College Union General Secretary Atul, and my dear friends. Actually, I am in a state of utmost happiness and pride that I could be a part in hosting Shraddha 2015, the National Students Conclave. And when we consider the topic, that is Ama and Shrotas, it is really appreciable even to the students entering into the field of our science and requires great understanding. But the fact is that even the finalist students do not have much clarity on this topic. So through Shraddha 2015, we have tried our level best in creating a good platform for the budding Vaidyas to interact with the most eminent and efficient Vaidyas. Also, we have given chances to the delegates to express their ideas and clarify their doubts. Hope Shraddha has fulfilled its aim and believe that you all have gained some treasurable knowledge about this extensive topic within this short span of time. Now, let me take this opportunity to welcome you all to the valedictory function of Shraddha 2015. I consider it is not only my privilege but an honor for our entire college to host Dr. Ajay Gaur sir as the dignitary and the inaugurator of our function. I cordially welcome you, sir. Now, our Agatatandram HOD, Dr. Krishna Nair sir, is the next to be welcomed. Dearest sir, I welcome you in my humble words to this event. The next one I would like to welcome to this function is Karthik KP, College Union Chairman, who is well acquainted to all of you. So I bid a hearty welcome to you. Next in the list to welcome is Atul Mohan, General Secretary of College Union. He was also the General Convener of Shraddha 2015. I welcome you to this function. And last but not the least, I welcome all of you present over here in my modest words. Thank you. Now I invite Karthik KP, College Union Chairman, for the presidential address.
A very good afternoon to one and all. Respected dignitaries on the stage, Dr. Ajay Ghosh NS, sir, he is the chairman of Board of Studies Guas. Then Dr. C.K. Krishnan Nair, sir, HOD, Agadandra. Other dignitaries on the stage, respected Murali sir, other teachers, and my dear friends. I think I will shift my medium of communication to Malayalam because emotions are better conveyed in our mother tongue. So, ഈ വേദിയിൽ നിൽക്കുമ്പോൾ ആദ്യം തന്നെ എല്ലാവരോടും നിറഞ്ഞ മനസ്സോടെ നന്ദിയാണ് അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത്രയും നീണ്ട ഒരു പരിപാടിയിൽ ഇത്രയും നിറഞ്ഞ സഹകരണത്തോടെ പ്രതികരിച്ചതിന്. ഈ ഒരു കോൺക്ലേവ് ഒരു 3 മാസം മുമ്പ് തുടങ്ങി ആസൂത്രണം ചെയ്തൊരു പദ്ധതിയാണ്. അത് ഈ ഒരു 2 ദിവസത്തെ കഠിന പ്രയത്നത്തിന് വേണ്ടിയായിരുന്നു. അതിൻ്റെ ഫലം എത്രയൊക്കെ ആണെങ്കിലും അതിൻ്റെ ഭോക്താക്കളും അതിൻ്റെ ദാതാക്കളും നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനത്തിൽ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ഈ ചടങ്ങിന് 2 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ആയുർവേദത്തിൻ്റെ മൗലിക സിദ്ധാന്തങ്ങളുടെ പ്രചരണം. അപ്പോൾ ആയുർവേദം നമ്മുടെ പഠനം പൂർത്തിയാകുന്നത് തന്നെ അതിഥി ബോധന ആചരണ പ്രചരണം. ഇതിലെത്തി നിൽക്കുമ്പോഴാണ് ഒരു ആയുർവേദ വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ആയുർവേദ സമൂഹത്തിലെ ഒരു വ്യക്തിയുടെ പഠനം പൂർത്തിയാകുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മളെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാനാകും അതൊക്കെ നമ്മൾ ഈ ഒരു സെമിനാറിലൂടെ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ ഒരു സെമിനാറിൻ്റെ ഫലം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ട ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓരോ സെഷൻസും ഇപ്പോൾ ഒരുപാട് പരിമിതികൾ നമുക്കുണ്ടായിരുന്നു. കാലത്തിൻ്റെ പരിമിതിയാകട്ടെ, ഇപ്പോൾ വിദ്യാർത്ഥികൾ 1ാം വർഷ വിദ്യാർത്ഥികൾ മുതൽ മുതിർന്ന ചീഫ് മെഡിക്കൽ ഓഫീസർമാർ വരെ ഈ ഒരു കോൺക്ലേവ് അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഉതകുന്ന രീതിയിൽ ഈ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു ജോലിയായിരുന്നില്ല. എന്നാൽ അതിന് പോകുന്ന അധ്യാപകർ തന്നെയാണ് ഇവിടെ എത്തിയിരുന്നത്, അതിന് പോകുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ് ഇവിടെ എത്തിയിരുന്നത്. അവരെയും ഞാൻ ഈ അവസരത്തിൽ സ്മരിച്ചുകൊള്ളുകയാണ്. ഈ ഒരു കോൺക്ലേവിൻ്റെ ഫലം അതിൻ്റെ പ്രാപ്തിയിൽ ഒരു പരിധിവരെ എത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു കൺസെപ്റ്റ് കോൺക്ലേവ് എന്നൊരു ചിന്താഗതി നമുക്ക് സമർപ്പിച്ച് തന്നെ അധ്യാപകരാണ്. ഈ അധ്യാപകരെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞപ്പോൾ അവർ നിർദ്ദേശിച്ചൊരു മാതൃകയാണ് കോൺക്ലേവ്. അതായത് എന്തുകൊണ്ട് നിങ്ങൾ അധ്യാപകരെ കൊണ്ട് മാത്രം സംസാരിപ്പിക്കുന്നു, നാളെ നിങ്ങൾക്ക് ഇതുപോലെ സംസാരിക്കാൻ ഇനി അടുത്ത തലമുറയിൽ അധ്യാപകരെ വേണ്ടേ, അതിന് ഇപ്പം തന്നെ വിദ്യാർത്ഥികളെ വാർത്തെടുത്ത് തുടങ്ങൂ എന്ന ആശയം അധ്യാപകർ തന്നെയാണ് മുമ്പോട്ട് വെച്ചത്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെയൊരു കോൺക്ലേവ് തുടങ്ങിയത്. അപ്പോൾ ഈ അവസരത്തിൽ അധ്യാപകരെയും ഞാൻ സ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു കോൺക്ലേവ് ഉദ്ഘാടനത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ പരമാവധി വ്യത്യസ്തമാക്കാൻ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളും ഉണ്ടാവാം. എന്നാൽ ഇതൊരു ആദ്യത്തെ പടിയാണ് എന്നെല്ലാവരെയും ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമ്മളിതിൽ ചെയ്ത പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നതൊരു സന്ദേശം മാത്രമല്ല, ആയുർവേദത്തിലെ പഥ്യകൽപ്പനകൾ ദിവസേന ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൽപ്പനകൾ, അതിൻ്റെ പ്രചരണം, അതും നമ്മൾ മാതൃകയാക്കാൻ ശ്രമിച്ച ഒരു പദ്ധതിയാണ്. അതുപോലെ തന്നെ ഭൗമദിനത്തോട് അനുബന്ധിച്ച് നമ്മൾ ഇന്ന് ചെടി നടുക എന്നൊരു പദ്ധതി ഇതിന് ശേഷം ആവിഷ്കരിക്കുന്നുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആയുർവേദത്തെ പ്രചരിപ്പിക്കുക. ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ആയുർവേദ വൈദ്യനെ അല്ലെങ്കിൽ ആയുർവേദ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഒരു എൻവയൺമെൻറ്റൽ ഡേ എന്നൊരു ഡേ ആവശ്യമില്ല. അദ്ദേഹത്തിന് എല്ലാ ദിവസവും എൻവയൺമെൻറ്റൽ ഡേ തന്നെയായിരിക്കണം. അതിന് ഉദാഹരണം തന്നെ വങ്കാരി മാതായി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അവരവരുടെ ജീവിതം കൊണ്ട് നട്ട ചെടികളുടെ എണ്ണം 2 കോടിയാണ്. അപ്പോൾ ഇത്രയും ഒരു വ്യക്തിക്ക് നടാമെങ്കിൽ നമ്മൾ ആയുർവേദത്തിന് ദ്രവ്യങ്ങളായി ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളെ നമ്മൾ നട്ടുപിടിപ്പിക്കാൻ നമ്മൾ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല? അപ്പോൾ അതിന് നമ്മളൊരു മാതൃകയായി സ്വീകരിച്ച ഒരു പാതയാണ് ഇന്ന് ഇതിൻ്റെ ഭാഗമായി ചെടി നടുന്ന ചടങ്ങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കോൺക്ലേവിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കോൺക്ലേവ് ആസ്വദിച്ച് കാണും. നിങ്ങളുടേതായ ഒരു ആമവും സ്രോതസ്സും മനസ്സിലേന്തി കൊണ്ടാണ് നിങ്ങൾ ഇവിടുന്ന് പോകുന്നതെന്ന് വിശ്വസിക്കുന്നു. നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പോൾ
നമ്മളൊരു സെഷൻ കേട്ടിട്ട് അത് അതേപടി സ്വീകരിക്കുകയോ അത് അതേപടി തള്ളിക്കളയുകയോ ചെയ്യണമെന്ന് പറയുന്നില്ല. എന്നാൽ ഇപ്പോൾ ചില ടിപ്പുകൾ അല്ലെങ്കിൽ ചില ചെറിയ ചെറിയ വസ്തുതകൾ നമ്മൾക്ക് ചില ആൾക്കാരുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റിയേക്കും. ഉദാഹരണത്തിന് കോഷ്ടത്തിൽ ഉള്ള ശോഭമാണ് ആമം, ശാഖയിലുള്ള ആമമാണ് ശോഭം എന്നുള്ള ചെറിയ ചെറിയ കൺസെപ്റ്റുകൾ നമുക്ക് ഒരുപക്ഷെ ഇതിലൂടെ കിട്ടിയിരിക്കും. അതിനെ എപ്പോഴും മഥനം ചെയ്യുക എന്നാണ് ഇതിനെ നമുക്ക് ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു മാർഗം. അതെല്ലാവരും തുടരണം എന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. കോളേജ് യൂണിയന് വേണ്ടി ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you. In this eve, we are blessed to have Dr. Ajay Ghosh, Academic Council Member and Chairman, Board of Studies UG, Kerala University of Health Sciences. We welcome you, sir, to inaugurate the function. പ്രിയമുള്ള എൻ്റെ സുഹൃത്ത് ഡോക്ടർ കൃഷ്ണൻ നായർ സാർ, മുരളി സാർ, മറ്റ് ഈ കോളേജിലെ അധ്യാപകരെ, എൻ്റെ കുറച്ച് വിദ്യാർത്ഥികളോടുണ്ട്, വിദ്യാർത്ഥികളെ, മറ്റെല്ലാവരും എൻ്റെ വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വിദ്യാർത്ഥിനികളെ, ഞാൻ ആദ്യത്തെ 2 വാക്കുകൾ ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ട് പിന്നെ മലയാളത്തിൽ സംസാരിക്കാനൊന്നും തുടങ്ങുന്നില്ല. ആദ്യമേ തന്നെ ഞാൻ മലയാളത്തിൽ തന്നെ സംസാരിക്കുകയാണ്. ഞാൻ തൃശ്ശൂർ യൂണിവേഴ്സിറ്റിയിലൊരു ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഞാൻ കാറിലിരുന്ന് ആലോചിച്ചതാണ്, ഇവിടെ വന്ന് ഞാൻ ഇനി എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നത്. എനിക്ക് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞു ഫലിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിനകത്ത് എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയുമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഇവിടെ വന്ന് കയറിയപ്പോൾ ഈ സെഷൻ്റെ ലാസ്റ്റ് സെഷനിലെ സ്പീച്ച് മുരളി സാറാണ് ചെയ്യുന്നത്. അപ്പോൾ സാറ് നല്ല ഭംഗിയായി മലയാളത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേ എനിക്ക് ആശ്വാസമായി. കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മുടെ